എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ആ യൂട്യൂബർമാർ. പൊട്ടിക്കരഞ്ഞ് മുഖ്യമന്ത്രിയോട് സഹായം അഭ്യർത്ഥിച്ച് രേഖ രതീഷ്. ഇടപെടാൻ ആഭ്യന്തര വകുപ്പ്. മമ്മൂട്ടിയുടെ ആദ്യ ശബ്ദം രേഖ രതീഷിന്റെ അച്ഛൻ്റേത്. ചരിത്രം കുറിച്ച ആ ശബ്ദമാറ്റത്തിന് പിന്നിൽ ആരാണ് രേഖ രതീഷ്? യൂട്യൂബർമാരുടെ നിരന്തരമായ സൈബർ വേട്ടയാടലിനും വ്യക്തിഹത്യയ്ക്കുമെതിരെ പൊട്ടിക്കരഞ്ഞ് മുഖ്യമന്ത്രിയുടെ സഹായം തേടി പ്രശസ്ത മിനിസ്ക്രീൻ താരം രേഖ രതീഷ്. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഈ യൂട്യൂബർമാരായിരിക്കുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ താരം തുറന്നടിച്ചു. നടി നേരിടുന്ന അതിരൂക്ഷമായ സൈബർ ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടതോടെ സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന ക്രൂരമായ തേജോവധം താങ്ങാനാവുന്നില്ലെന്നും ജീവൻ പോലും അപകടത്തിലാണെന്നുമാണ് രേഖ വെളിപ്പെടുത്തിയത്. 9ാം ക്ലാസ്സുകാരനായ മകന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്ന തനിക്ക് നേരെ ചില യൂട്യൂബ് ചാനലുകൾ മോശം ക്യാപ്ഷനുകൾ നൽകി നിരന്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. കഴിഞ്ഞ 9 മാസമായി ജോലിയില്ലാതെ ഫ്ളാറ്റിൽ കഴിയുന്ന താൻ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും താരം പറഞ്ഞു. 5ാം വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന തരത്തിൽ അടുത്തിടെ പ്രചരിച്ച വ്യാജവാർത്തകൾ സൈബർ ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ കാരണമായി. വ്യക്തിജീവിതത്തെയും സ്വകാര്യതയെയും മാനിക്കാതെ അശ്ലീല കമന്റുകളുമായി എത്തുന്നവർക്കെതിരെ ഇനി മൗനം പാലിക്കാനാവില്ലെന്ന് നടി വീഡിയോയിൽ വ്യക്തമാക്കി. താൻ നേരിടുന്ന ഈ അനുഭവം മിനിസ്ക്രീനിലെ പല സഹപ്രവർത്തകർക്കും ഉണ്ടാകുന്നുണ്ടെന്നും പലരെയും യൂട്യൂബർമാർ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുകയാണെന്നും രേഖ ചൂണ്ടിക്കാട്ടി. സൈബർ ഗുണ്ടായിസത്തിന് ഒരു അന്ത്യമുണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇനിയൊരു സഹോദരനും സഹോദരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നും അവർ കണ്ണീരോടെ അപേക്ഷിച്ചു. നടി ഉന്നയിച്ച പരാതികൾ അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകി. യൂട്യൂബ് ചാനലുകളുടെ സൈബർ ആക്രമണത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് നടി രേഖ രതീഷ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. എന്നാൽ മലയാള സിനിമയുടെ ചരിത്രത്തോളം വലിപ്പമുള്ള ഒരു നിയോഗം രേഖയുടെ കുടുംബത്തിനുണ്ടെന്ന കാര്യം അധികമാർക്കും അറിയില്ല. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് വെള്ളിത്തിരയിൽ ആദ്യമായി ശബ്ദം നൽകിയത് രേഖ രതീഷിന്റെ പിതാവ് രതീഷായിരുന്നു. 1980 പുറത്തിറങ്ങിയ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലെ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തിന് ശബ്ദം പകർന്നത് തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയായ രതീഷാണ്. മലയാള സിനിമയിൽ മമ്മൂട്ടി യുഗത്തിന് തുടക്കമിട്ട ആ കഥാപാത്രത്തിന്റെ ശബ്ദമായി രതീഷ് മാറിയത് ഒരു ചരിത്ര നിയോഗമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം നടൻ കൃഷ്ണചന്ദ്രൻ അയച്ച കത്തിന് മറുപടിയായി തന്റെ ആദ്യ ശബ്ദദാതാവ് രതീഷാണെന്ന് മമ്മൂട്ടി തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ആ സൗഭാഗ്യം തന്റെ പിതാവ് മരണം വരെ അഭിമാനത്തോടെ കൊണ്ടു നടന്നിരുന്നതായി രേഖ രതീഷ് ഓർക്കുന്നു. ചെന്നൈയിൽ നടനാകാനായി മോഹിച്ചെത്തിയ രതീഷ് പിന്നീട് ഡബ്ബിംഗ് രംഗത്താണ് ശ്രദ്ധേയനായത്. മമ്മൂട്ടിക്ക് പുറമെ സ്ഫോടനത്തിൽ അന്തിക്കാട് മണിയും പിന്നീട് ശ്രീനിവാസനും മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദം നൽകിയിട്ടുണ്ട്. അഭിനയ രംഗത്തെ കടുത്ത വെല്ലുവിളികൾ നേരിട്ട വ്യക്തി എന്ന നിലയിൽ മകൾ രേഖ അഭിനയത്തിലേക്ക് വരുന്നതിനെ തുടക്കത്തിൽ അദ്ദേഹം എതിർത്തിരുന്നു. എങ്കിലും മരണത്തിന് മുൻപ് തന്റെ വഴി അഭിനയമാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം രേഖയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി. രേഖ രതീഷിന്റെ മാതാപിതാക്കൾ 2 പേരും സിനിമയുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു. അച്ഛൻ രതീഷിനെ പോലെ അമ്മ PK രാധാദേവിയും നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായിരുന്നു. 4ാം വയസ്സിൽ ഉന്നൈനാൻ സന്ദിത്തേൻ എന്ന തമിഴ് ചിത്രത്തിൽ രേവതിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ടാണ് രേഖ അഭിനയ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് നിറക്കൂട്ട് എന്ന പരമ്പരയിലൂടെ മിനിസ്ക്രീനിലെത്തിയ രേഖ ഇന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, ഭാവന തുടങ്ങിയ നിരവധി ജനപ്രിയ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ്. താൻ നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയിലും അച്ഛന്റെ പോരാട്ട വീര്യമാണ് തന്റെ കരുത്തെന്നും താരം പറയുന്നു.